CPIM മുഖപത്രമായ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് തുടരെ വിവാദങ്ങൾ ഉയർന്നത് ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് നേതൃത്വം. വാരാന്ത്യപതിപ്പിൽ പുറത്തിറക്കാനാവാത്ത സാഹചര്യം പരിശോധിക്കാനാണ് തീരുമാനം. ചുമതലക്കാരനെതിരെ അച്ചടക്ക നടപടിയും ആലോചനയിലാണ്. അതേസമയം ഇന്നലെ പുറത്തിറക്കേണ്ടിയിരുന്ന വാരാന്ത്യപതിപ്പ് ഇന്ന് പുറത്തിറക്കി. കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ഫീച്ചർ ഒഴിവാക്കിയാണ് പ്രസിദ്ധീകരിച്ചത്. സുനിഷ അയ്യലൂർ ചേരുന്നു. സുനിഷ, ഈ കള്ളൻ വിജയൻ എന്നുള്ള ഫീച്ചർ ഒഴിവാക്കിയത് മാത്രമല്ല, ദേശാഭിമാനിക്കെതിരെ മുതിർന്ന നേതാക്കൾക്ക് വരെ ഒരു എതിർ ശബ്ദം ഉയർത്തേണ്ടി വന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം അത് പ്രകടമായി തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് പാർട്ടിയുടെ തീരുമാനം? നേതൃത്വം ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ? റോഷ്നി, ശ്രുതി, ആദ്യഘട്ടത്തിൽ അദാനി ഗ്രൂപ്പ് MSCക്ക് നൽകിയ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യം ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്ത. അത് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ വീണ്ടും ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദമാണ് കത്തിപ്പടരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ ചർച്ചയാകുന്നു. കള്ളൻ വിജയൻ എന്ന ആ വാർത്ത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പ്രസിദ്ധീകരിക്കാത്തത് എന്നുള്ളതായിരുന്നു. ഏതായാലും മാറ്റി ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആ കാര്യങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടുമില്ല. അത് കഴിഞ്ഞ ദിവസം തന്നെ റെസിഡന്റ് എഡിറ്റർ കൂടിയായിട്ടുള്ള M സ്വരാജ് പറഞ്ഞതാണ്. ഇതൊന്നുമല്ല, അടിസ്ഥാനരഹിതമായി ഇതൊന്നുമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാളെ ഈ ചില അച്ചടി പിശകുകളാണ് സംഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നാളെ ഇത് ഇറങ്ങുമെന്നുള്ളത് ഇന്നലെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി ഏതായാലും ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് ഇന്നിറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇവിടെ ഇന്ന് തീരുന്നതല്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടതുണ്ട്. ഈ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ചർച്ചയാകാനുള്ള വിവാദ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഗൗരവപൂർണ്ണമായി തന്നെ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ വാരാന്ത്യ പതിപ്പ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് തടസ്സമാണ് നേരിട്ടത്, അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനം എന്നുള്ളതാണ്. വാരാന്ത്യ പതിപ്പിൽ പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം എന്തായിരുന്നു, ആർക്കാണ് പിഴവ് സംഭവിച്ചത്, അവർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ കൂടി ഒരു ആലോചന നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നലെ റെസിഡന്റ് എഡിറ്റർ പറഞ്ഞതുപോലെ ഒരു അച്ചടി വൈകിയതിന്റെ കാരണം കൊണ്ട് മാത്രമാണോ ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ കള്ളൻ വിജയൻ എന്ന ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ നാടക പ്രവർത്തകൻ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോഴെല്ലാം പറഞ്ഞത് തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഈ വിഷയങ്ങൾ ഇന്ന് ലേഖനമായി തന്നെ, അതായത് കള്ളൻ വിജയനെ പറ്റിയുള്ള ഒരു ഫീച്ചർ അത് ഇന്നത്തെ വാരാന്ത്യ പതിപ്പിൽ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടായില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ആരാണ് ഇതിൽ ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇതിലൊരു സംശയങ്ങളും ഈ വരാത്തതുമായ കാരണങ്ങൾ ഉണ്ടായത് എന്നതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അത്തരം ഒരു കാര്യത്തിലേക്ക് ദേശാഭിമാനി കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുവരെ ഉണ്ടായ ഈ വിവാദങ്ങളിലെല്ലാം ദേശാഭിമാനിയെ പഴിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അത് തടയാൻ എന്താണ് വഴി, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നത് തന്നെയായിരിക്കും ദേശാഭിമാനി പരിശോധിക്കുക എന്നുള്ളതാണ്. ഏതായാലും അത്തരം ഒരു പരിശോധനയിലേക്ക് ദേശാഭിമാനി കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ വീഴ്ച ആരുടെ ഭാഗത്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുന്നത് കൂടി ആലോചനയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റോഷ്നി, ശ്രുതി, സുനിഷ, ഇതിലെ ആ കള്ളൻ വിജയൻ എന്ന ഫീച്ചർ പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഫീച്ചർ എഴുതിയ മാധ്യമപ്രവർത്തകൻ TC രാജേഷ് സിന്ധു പിഴവ് തന്റേതാണെന്ന് അടക്കം പറഞ്ഞ് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് M സ്വരാജ് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെ തള്ളി ഈ കള്ളൻ വിജയൻ എന്ന ഫീച്ചറിന് ആധാരമായ ആ വ്യക്തി തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തന്നെ കണ്ട് രണ്ടുപേർ വന്ന് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ഫോട്ടോ അടക്കം ചോദിച്ചിരുന്നു, അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഫീച്ചറിലടക്കം വലിയ ചർച്ച നടക്കില്ല ഇനിയും? ഉറപ്പായിട്ടും ശ്രുതി ഈ പറഞ്ഞതുപോലെ ഫീച്ചറിനെ ചൊല്ലി ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുന്നു എന്നത് തന്നെയാണ്. ഈ ഫീച്ചർ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളതാണ്. ഇപ്പോൾ റെസിഡന്റ് എഡിറ്റർ പറയുന്നത് അത്തരമൊരു ഫീച്ചർ എന്നുള്ള കാര്യം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ്. അത്തരമൊരു കാര്യം ആ പേജിൽ 4-ാം പേജിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു M സ്വരാജ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ വന്ന് കണ്ട് ചിത്രങ്ങൾ എടുത്ത് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നാടക പ്രവർത്തകനായ വിജയൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇത് എഴുതിയ മാധ്യമ പ്രവർത്തകൻ അത്തരത്തിലൊരു ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട് എന്നത് സമ്മതിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ
വാരാന്ത്യ പതിപ്പ് ഇറക്കാതിരുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അവിടെ ഫീച്ചർ തന്നെ വീണ്ടും വീണ്ടും ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും VS അച്യുതാനന്ദന്റെ വലിയൊരു നമുക്കറിയാം, ഇന്നത്തെ വാരാന്ത്യ പതിപ്പ് കാണുമ്പോൾ അറിയാം VS അച്യുതാനന്ദനെ കുറിച്ച് സുധാകരൻ എഴുതിയ ആ ലേഖനം പൂർണ്ണമായും ആ പേജിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ 4-ാം പേജിൽ കള്ളൻ വിജയൻ എന്ന പേജിൽ മറ്റൊരു ഫീച്ചർ വരുമ്പോൾ, കള്ളൻ വിജയൻ എന്ന പേരിൽ മറ്റൊരു ഫീച്ചർ വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റായി ധരിക്കുമെന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ എഡിറ്റോറിയലിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ടാക്കിയിരുന്നു. പരസ്പരം ഉണ്ടായ ആ ചർച്ചയിൽ നിന്നാണ് ആ ഫീച്ചർ മാറ്റിയത് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. ഏതായാലും ഫീച്ചറിനെ ചൊല്ലി തന്നെ സംശയങ്ങൾ നിൽക്കുന്നു. ശ്രുതി പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ഇത്തരമൊരു ഫീച്ചർ വന്നിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് ഈ ഫീച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, അല്ലെങ്കിൽ ഫീച്ചർ തയ്യാറാക്കിയിരുന്നു എന്നത് മാധ്യമപ്രവർത്തകൻ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വാരാന്ത്യ പതിപ്പ് ഇറക്കാതിരുന്നത്? വെറും ഒരു അച്ചടി വൈകിയതിന്റെ കാരണം മാത്രമാണോ എന്നത് തന്നെയാണ് അറിയേണ്ടിയിരിക്കുന്നത്. അല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ വിജയൻ എന്ന പ്രയോഗം, കള്ളൻ വിജയൻ എന്ന പ്രയോഗം, അത് ജനങ്ങളിലേക്ക് എത്ര കണ്ട് കയറുമെന്നതിന്റെ ആദി CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും പാർട്ടി ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഇനി പിശക് വരാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്താൻ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നുള്ളതാണ് കരുതുന്നത്. ശരി, സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്.